ഇത് സംഘടിതമായി കൊടുക്കാൻ പറ്റില്ല. പുരോഹിതന്മാരുടെ ഒരു സംവിധാനമാണത്. പൗരോഹിത്യത്തിൻ്റെ ഒരു സംഗതിയാണ്. ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയല്ല. ഈ സമുദായത്തെ, ഈ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അത് പണ്ടുപോലെ ചെയ്യുന്നുണ്ട്. പണ്ട് ഇവിടെ ഖുർആൻ പഠിപ്പിക്കാൻ പാടില്ലായിരുന്നു അത് വകുപ്പ്. ഖുർആൻ അങ്ങനെ എല്ലാവർക്കും പഠിക്കാനുള്ളത്. സ്ത്രീകൾ തീരെ തന്നെ പഠിച്ചുകൂടാണ്. ഇവിടെ പഠിച്ചില്ലേ? വിദ്യാഭ്യാസം പാടില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, എന്തൊക്കെ കഴിഞ്ഞാൽ ഇവിടെ എത്തിയെന്നറിയും. ഒരുപാട് കാലം കഴിഞ്ഞു. പൗരോഹിത്യത്തോടുള്ള നിരന്തരമായ സംഘർഷങ്ങളിലൂടെ തന്നെയാണ് ഇസ്ലാമിക സമൂഹം വളർച്ചയും വികാസമൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അത്രയും കാര്യങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നെ ഇപ്പോൾ സ്കൂൾ തുടങ്ങി, അവർ തന്നെ കോളേജ് തുടങ്ങി. ഈ കുറേ മുമ്പ് സ്ത്രീധനത്തിന് വേണ്ടി ഇവിടെ ക്യാമ്പയിൻ നടന്നിട്ടുണ്ടേ. സ്ത്രീധനത്തിന് അനുകൂലിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഏറ്റവും വെറുപ്പോടെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തിനാ ആ സാധനം വന്നെന്ന് ചോദിച്ചാൽ അതിൽ ഉസ്താദിന് ചില കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്. ഉസ്താദിന്റെ മക്കളുടെ കാര്യം, പെൺകുട്ടികളുടെ കാര്യം നാട്ടുകാർ നോക്കിക്കോളും. മകന് കിട്ടാനുള്ള ഇങ്ങോട്ട് പോരണമെന്ന പണത്തോടുള്ള ആർത്തി എന്ന് പറഞ്ഞിട്ടല്ലോ അസാമാന്യ ആർത്തിയാണ്. പണ്ട് പള്ളി നിർത്തി പഠിക്കാൻ പോയത് തന്നെ ചിലപ്പോഴൊക്കെ അതിനു വേണ്ടിയും കൂടിയാണ്. വീട്ടിൽ പട്ടിണി ആയതുകൊണ്ടാണ്. പിന്നെ അതങ്ങനെ വളർന്ന് വികാസം പ്രാപിച്ചു. പിന്നെ പോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മാതിരിയൊക്കെയായി. അതിൻ്റെ ഇടയ്ക്ക് മുടി, പൊടി, ചട്ടി, വട്ടി എല്ലാം കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്ത് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കച്ചവടം നടത്താൻ പറ്റുമെന്നാണ് അതിൻ്റെ കണക്ക്. അപ്പൊ എങ്ങനെയെന്ന് കിടക്കുന്നില്ല, കിട്ടണമൊക്കെ പോന്നോട്ടേന്നാ. നാട്ടുകാർക്കൊന്നും കിട്ടരുതെന്ന് നിർബന്ധമുണ്ട്. ആ കാര്യത്തിലേ ഉള്ളൂ. അതുകൊണ്ടാണ് സക്കാത്ത് അങ്ങോട്ട് വെട്ടിക്കളയുന്നത്. സംഘടിതമായിട്ട് തീരെ പറ്റില്ല എന്നാ. സംഘടിതമായിട്ട് ഇത് ആയിക്കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ വലിയൊരു വിഹിതം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടർ ഇവരാണ്. ഇവർക്കത് കിട്ടാണ്ടാവും. 5000 10,000 ഇപ്പൊ ചില പണക്കാരൊക്കെ അങ്ങനെ കണക്കാക്കി ഉസ്താദിന് എന്തെങ്കിലും കൊടുത്താൽ മതി, ഇതോടുകൂടി കഴിഞ്ഞു എന്നാ. അതുകൊണ്ട് ഉസ്താദിന് കിട്ടിയിരുന്ന 5000 10,000 കുറഞ്ഞ് ബാക്കിയൊക്കെ കമ്മിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും എല്ലാ കൊല്ലം തരുന്നില്ല, 500 പിടിക്ക് ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയാസവും. അതുകൊണ്ട് അത് വേണ്ടതില്ല എന്ന തീരുമാനം. സാമ്പത്തികമായ താല്പര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്ക് പള്ളി വരാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. പോകാവുന്ന 3-4 സ്ത്രീ ഈടുണ്ട്. ഡോക്ടർമാരെ കാണാൻ പോകുന്നതിൽ അത് ശരിയാകുമോ എന്നൊരു ചോദ്യം. ഉസ്താദിൻ്റെ അടുത്ത് മന്ത്രിക്കാൻ പോകണതിന് തകരാറൊന്നുമില്ല കേട്ടോ. അത് കാശ് ഇങ്ങോട്ടാണ്. ഡോക്ടറിൻ്റെ അടുത്ത് പോയത് ഇങ്ങോട്ടും ഒന്നും കിട്ടുമല്ലോ. ഇത് അതുകൊണ്ട് സിയാറത്ത് ടൂറിന് ഏത് ഉസ്താദിൻ്റെ കൂടെയും പട്ടം കറങ്ങാം, അതിന് കുഴപ്പമൊന്നുമില്ല. നേർച്ച സ്ഥലങ്ങളിലൊക്കെ യാതൊരു മര്യാദയും ഇല്ലാതെ പെണ്ണുങ്ങൾക്ക് നടക്കാം. പാതിരാവാളുകളിൽ അല്ലേ, ഇതിനൊക്കെ പോവാം. കാശ് കിട്ടുന്ന എല്ലായിടത്തും പൊക്കോളി നിങ്ങൾ. അത് നമുക്ക് കാശ് കിട്ടുന്നിടത്ത് നിങ്ങൾ പോകേണ്ടതുള്ളൂ, വരേണ്ടതുള്ളൂ. അല്ലാത്ത ഒരിടത്തും പോകേണ്ടതില്ല എന്നാ. ഇത് ഭയങ്കര അത്ഭുതകരമായ സംഗതിയാ. ഒറ്റപ്പെട്ടൊരു കാര്യമല്ല കേട്ടോ. വിശുദ്ധ ഖുർആൻ ഇത് ഒരുപാട്, വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളമായി ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് സംഘടിത സക്കാത്ത് നമുക്കറിയാലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാ? അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ ആര് വിവേചനം കൽപ്പിച്ചു അവനോട് ഞാൻ യുദ്ധം ചെയ്യുന്ന. എന്താ കാര്യം? നിസ്കരിക്കാൻ എല്ലാവരും പള്ളിയിലുണ്ട്, സക്കാത്ത് കൊടുക്കില്ല. ബൈത്തുൽ മാലിലേക്ക് അടക്കാൻ പറ്റില്ല, സംഘടിത പരിപാടി ഞങ്ങൾ നിർത്തിയിരുന്നു. ചില ആളുകൾ അവനോട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിലോ അതല്ലേ നമസ്കാരം. ഇതിന് ഇവർ പറയുന്ന ന്യായം എന്താ പറയട്ടെ? ഒരു ന്യായമുണ്ട്. ന്യായം എന്താ? ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്തെ സംഘടിതമായ സക്കാത്തുള്ളൂ. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാണ് ഭരണകൂടമുള്ള കാലം അത്രയും പള്ളികൾ പ്രവർത്തിച്ചത്. ഇപ്പോഴും അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളെ പോയി കാണാം. അവിടെ ഇമാമിനെ നിയമിക്കുന്നതും ജമാഅത്ത് നിർവഹിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം സർക്കാരാണ്. ഇവിടെ ഇസ്ലാമിക ഭരണം ഇല്ല എന്ന് പറഞ്ഞ് പള്ളി ആരെങ്കിലും പൂട്ടിയോ? പള്ളിയൊക്കെ നടക്കും, പള്ളി നടക്കണം. നമസ്കാരം സംഘടിതമായി നടത്താം എന്നുണ്ടെങ്കിൽ അതേ നമുക്കറിയില്ല. നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ എന്തിനുണ്ടാക്കിയ? മഹല്ല് കമ്മിറ്റികൾക്ക് ഒരു ചരിത്രപരമായ കാരണമുണ്ട്. അതിന് മഹല്ല് കമ്മിറ്റികൾ വെറുതെ ഉണ്ടായി വന്നൊരു സാധനമൊന്നുമല്ല. ഇസ്ലാമിക ഖിലാഫത്തിന്റെ പതനത്തോടുകൂടി മുസ്ലിങ്ങൾക്കുണ്ടായ പ്രാദേശികമായ ഒരു സമാന്തര ഭരണ സംവിധാനമാണത്. അതുകൊണ്ടാണ് അതിലെ ഖത്തീബിന് ഖാളി എന്നൊരു സംഗതി വന്നത്. ഖാളി എന്ന് പറഞ്ഞാൽ ആരാ? അവിടുത്തെ കാര്യങ്ങൾ വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിയാണ് അയാൾ, ഉത്തരവാദപ്പെട്ട ഹാക്കിമാണ് അയാൾ. ഇതാണ് എന്റെ സംഗതി. അങ്ങനെ ഒരു സമാന്തര ഭരണ സംവിധാനമാണത്. അപ്പൊ ആ മഹല്ലിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് നമസ്കാരത്തിന് വേണ്ടി സൗകര്യം ചെയ്യുന്നത് പോലെ, നമസ്കാരം സംഘടിതമായി നിലനിർത്തുന്നത് പോലെ തന്നെ രണ്ടാമത്തെ കാര്യം വരേണ്ടതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പറ പ്രഖ്യാപിക്കുന്നുണ്ട് മഹല്ല് ഖത്തീബ്. പറ കണ്ടവരം ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത്
നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ ഒരു വിവേചനവുമില്ല. അത് സംഘടിതമാണെങ്കിൽ അതേപോലെ സംഘടിതമായി നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ് ഈ പറയുന്ന സക്കാത്ത് സമ്പ്രദായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.